ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 3-4 തരത്തിലുള്ള അടയാണ്. അട എല്ലാവരും കഴിച്ചിട്ടില്ലേ? പല തരത്തിലുള്ള അടകൾ കഴിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടി ഇട്ടിട്ടുള്ള അടയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് മാവ് ഇട്ടുള്ള അട ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ റാഗിയില്ലേ, കുട്ടികൾക്കൊക്കെ രാഗി നാട്ടിൽ പലയിടത്തും പല പേരും പറയും. രായ്പ്പൊടിയാണിത്, രായ്പ്പൊടി പൊടിച്ചതാണ്. അതേറ്റവും ഒരട. പിന്നെ ഇത് ചോളപ്പൊടി, കമ്പം പൊടിച്ചതാണിത്. ഇത് ഇവിടെയൊക്കെ കിട്ടും, നാട്ടിലും ഇപ്പോൾ കിട്ടും, അവൈലബിൾ ആണ് ഇതൊക്കെ മാർക്കറ്റിൽ. അതായിട്ട് ആണ് 3-4 തരത്തിലായിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതിൽ ഉപ്പ് വേണം. അരിപ്പൊടി ഇട്ട് 2 തരത്തിലാണ്. ഒന്ന് ചുട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ചുട്ടുണ്ടാക്കുന്ന പൂവട പോലെ ഉണ്ടാക്കുന്നതിന് മധുരം ചേർക്കാത്ത വെറും തേങ്ങ വെച്ചിട്ടുള്ള അട ഉണ്ടാക്കുന്നതിന് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. കുറച്ച് മതി, ഒക്കെ ഓരോന്നാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അതിനെ. പിന്നെ മധുരം ചേർത്തിട്ട് ശർക്കരയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, പഞ്ചസാര അല്ല. അപ്പോൾ പഞ്ചസാര എല്ലാവരും അവോയ്ഡ് ചെയ്യില്ലേ, അതുകൊണ്ട് ശർക്കര വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ശർക്കരയും തേങ്ങയും മാത്രം, വേറെ ഒന്നും ഇട്ടില്ല. അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അട ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഇതാ ഈ ക്ലാസ്സിൽ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒന്ന് ചുട്ടിട്ടും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ സ്റ്റീം ചെയ്തിട്ടും ഉണ്ടാക്കുന്നുണ്ട്, ആവി കയറ്റിയിട്ടും ഉണ്ടാക്കുന്നുണ്ട്. ഇത് ആവി കയറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതും രായ്പ്പൊടിയും കമ്പത്തിൻ്റെ പൊടിയും കൂടിയിട്ട് ആവി കയറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും ചുട്ടിട്ട് ആകുമ്പോൾ അധികം ടേസ്റ്റ് ഇല്ല, പക്ഷെ സ്റ്റീം ചെയ്ത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതിന് ഈ രായ്പ്പൊടിയിൽ നമ്മൾ 2 സ്പൂണ് ഗോതമ്പ് പൊടി ചേർക്കണം. അതുപോലെ കോണിൻ്റെ പൗഡറിലും 2 സ്പൂണ് ഗോതമ്പ് പൊടി ചേർക്കണം. കാരണം വെച്ചാൽ ഇത് വെള്ളം ചേർത്തിട്ട് നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒരു ഒട്ടുമില്ല, അങ്ങനെ പിടിച്ച് കഴിഞ്ഞ് ചപ്പാത്തിക്ക് ഇതൊക്കെ കുഴയ്ക്കുന്ന പോലെ അങ്ങനെ കുഴയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഇതൊരു പൊടിഞ്ഞു പോകും വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ. ഒരു ഭയങ്കര ഉറപ്പ് പോലെയാവും ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഗോതമ്പ് പൊടി ചേർത്തിട്ടാണെങ്കിൽ ഇത് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ തീരെ കൊഴുപ്പില്ലാത്തതല്ലേ, അതുകൊണ്ട് തീരെ ഈ 2 പൊടികളും അങ്ങനെ പരത്താൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് പരത്താനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ 1 സ്പൂണ് 2 സ്പൂണ് എടുത്ത് വെച്ചതാണ്. ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ ഒരു സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് മതി. ഇപ്പം ശരിക്കായിട്ടുണ്ട്. ഇനി പിന്നെ ഇതിൽ ഉപ്പാണ് ഇടേണ്ടത്. ഇതാ ഉപ്പ് കാണിച്ചു തരാം. ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി. ഇതിലും ഇടാം. നമുക്ക് ചിലയിടത്ത് അട ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇടാറില്ല, ഞാനിടാറുണ്ട്. ഒരു നുള്ളുപ്പ് ചേർക്കാറുണ്ട്. അതൊരു മധുരം ബാലൻസായിട്ട് നിൽക്കും. ഇത്ര മതി. ഇനി ഇത് ഞാൻ ഓരോന്നായിട്ട് കുഴച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുഴച്ച് പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു, ഇതിൽ നമ്മൾ പച്ചവെള്ളമാണ് ചേർക്കുന്നത്, ഇതിലും പച്ചവെള്ളമാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടിയിലും പച്ചവെള്ളം ചേർക്കണം, പക്ഷേ അരിപ്പൊടിയിൽ നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഈ 3 എണ്ണത്തിലും നമ്മൾ പച്ചവെള്ളം ചേർക്കും, അരിപ്പൊടിയിൽ തിളപ്പിച്ച വെള്ളം ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് കുഴച്ചിട്ട് കാണിച്ചു തരാം. ഇത് മാവുകളൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടിയുടെയും ചോളപ്പൊടിയുടെയും രായ്പ്പൊടിയുടെയും അരിപ്പൊടി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ അരിപ്പൊടിയുടെ മാവ് എടുത്തിട്ട് പരത്തിയിട്ട് പൂവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഫസ്റ്റ് കാണിച്ചു തരാം. അതിൽ നിന്ന് കുറച്ച് മാവ് എടുക്കണം. എന്നിട്ട്
ഇലയിൽ വെച്ചിട്ട് പരത്തണം. ഇതിങ്ങനെ ഒരു ഉരുളയാക്കിയിട്ട് വെച്ചിട്ട് കുറച്ച് പച്ചവെള്ളം എടുത്തേക്കണം കേട്ടോ. ചിലവർ എണ്ണയൊക്കെ ചേർക്കും. ഇപ്പം ആരും അങ്ങനെ എണ്ണ ചേർത്തിട്ട് കൊളസ്ട്രോളും അങ്ങനെയൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതൊന്നും വേണ്ട. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ തോനെ വെള്ളം അവരത് കയ്യിലൊന്ന് തുള്ളി ഇതാണ്ട് ഒത്തിരി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് അങ്ങനെ ആക്കി കൊടുക്കുക. ഇതാക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ട് പരത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതങ്ങനെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ തേങ്ങ ഇട്ടിട്ട് എല്ലാ സൈഡിലേക്ക് ആക്കി കൊടുക്കും. ഇത് ഞാൻ ഒരടയ്ക്കുള്ള ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങ നിങ്ങൾ എത്ര ഉണ്ടാക്കണേ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തേങ്ങ കൂട്ടാനും കുറയ്ക്കാനും ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർക്കാം. ഇതുപോലെ ഇനി ഇത് മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇലയുടെ ഇത് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ഇലയാണ് കിട്ടാറ്. ഇതിന് തന്നെ ഒരൊറ്റ ഇലയ്ക്ക് 10 രൂപ കൊടുക്കണം. ഇതന്നെ കിട്ടാനില്ല. നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ വെറുതെ ഇതാക്കില്ലേ, കീറിക്കളയിലും. അപ്പോൾ ഒരു വില ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര കിട്ടാതായതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും ഭയങ്കര ഇതായിപ്പോയി. ഇതതിങ്ങനെ മടക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക. ഇത് പൂവട. ഇത് ചുട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് സ്റ്റീം ചെയ്യില്ല. പൂവട ഞങ്ങളുടെ നാട്ടിലൊക്കെ ചുട്ടിട്ടാണ് എടുക്കുന്നത്. ഇത് ഒരു പാത്രത്തേക്ക് മാറ്റാം. എന്നിട്ട് അടുത്തത് നമുക്ക് കാണിച്ചു തരാം. ഇനി ഇതുപോലെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഇത് നമുക്ക് സ്റ്റീം ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അതിൽ ശർക്കര തേങ്ങയും കൂടിയിട്ട് കുഴച്ച് വെച്ചില്ലേ, അത് വയ്ക്കാം. അങ്ങനെ ഒരു സൈഡ് വയ്ക്കാം. ശർക്കരയുടെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. അതിനൊന്നും ഒരു അളവ് പറയാൻ പറ്റില്ല. ചിലവർക്ക് മധുരം കൂടുതൽ വേണം, ചിലവർക്ക് മധുരം അധികം ഇഷ്ടമില്ല. പഞ്ചസാര ചേർക്കാത്തത് ഇപ്പം ആരും പഞ്ചസാര ഡയറ്റിങ്ങും ഇതൊക്കെ ഫോളോ ചെയ്യുന്നവരല്ലേ. ഇതാകുമ്പോൾ വല്ലപ്പോഴും ശർക്കര ഉപയോഗിക്കുമ്പം കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര അതിനെക്കാട്ട് അപേക്ഷിച്ചിട്ട് ശർക്കര തന്നെ ബെറ്റർ. ഇനി ഇത് നമ്മൾ രണ്ടും മടക്കി വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ഷുഗറുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാം. എണ്ണയൊന്നും ചേർക്കണില്ല. അതുകൊണ്ട് ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്കൊക്കെ കഴിക്കാം. നന്നായി പ്രസ് ചെയ്തിട്ട് ഇത് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കേണ്ടതാണ്. ഇനി അടുത്തത് ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചുള്ളതിട്ട് ഞാൻ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് ചുട്ടിട്ട് ഉപയോഗിക്കാം, ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഒന്ന് ചുട്ടിട്ടും ഒന്ന് സ്റ്റീം ചെയ്തിട്ടും. അതിൽ ശർക്കര വയ്ക്കാം. ചുട്ടിട്ട് ഗോതമ്പ് പൊടി ചുട്ടിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അട ഉണ്ടാക്കിയിട്ടോ പത്തിരി ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ പിട്ട് ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണ് സംഭവം. ഇത് ഞാൻ രണ്ടും പരത്തി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മടക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റ് ചെയ്യണ അതേപോലെ തന്നെ, മറ്റ് മാവുകളൊക്കെ ചെയ്യണ പോലെ തന്നെ ഇത് ചെയ്യേണ്ടത്. നന്നായിട്ട് അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വിട്ട് പോയിട്ട് ഞാനത് വരും പൊട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരും.
ഇത് രണ്ടും ഗോതമ്പത്തിൻ്റെ അട രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാകുന്നിട്ട് ഇഡ്ഡലിയുടെ ഇത് വെച്ചിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്യേണ്ടത്. വെള്ളം അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ഇത് രണ്ടും കൂടി പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ രായിപ്പൊടിയും ചോളപ്പൊടിയും പരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ശർക്കരയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കണം. നല്ല ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. ഇനിയിത് നമുക്ക് മടക്കിയിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആദ്യം അടകൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് ചോളത്തിൻ്റെ, ഇത് ഗോതമ്പത്തിൻ്റെ, രായിയുടെ, ഇത് ഗോതമ്പത്തിൻ്റെ, ഇതെടുത്തിട്ട് ചെറുത് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഒടിയുണ്ട്. ചെറുതായിട്ട് നമ്മൾ പരത്തില് ഗോതമ്പത്തിൻ്റെ നല്ല പ്രസ് വെച്ച് ഇനി നമുക്ക് അരിയുടെ പൊടി വെച്ചിട്ട് ഇത് ആവി കയറ്റിയിട്ട് വേവിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കി നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടി നമ്മൾ 2 എണ്ണം കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഗോതമ്പത്തിൻ്റെയും അരിയുടെയും. അത് നമുക്കിതിൽ ചുട്ടെടുക്കാം. മറ്റേത് നല്ല ചൂടാണ്. അത് ഞാൻ അവിടെ പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് പൂവട, തേങ്ങ മാത്രമായിട്ട് നമ്മൾ ചേർത്തത്. ഇത് ഗോതമ്പത്തിൻ്റെ ശർക്കര ചേർത്തിട്ടുള്ളത്. ഇത് ചുട്ടിട്ട് ഒരു ഭാഗം നന്നായി വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കണം. അതിന് 2 ഭാഗമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കി, ഇപ്പോൾ 2 തരത്തിലുള്ള അട റെഡി ആയി കഴിഞ്ഞു. ഇത് ചുട്ടെടുത്തിട്ടുള്ള 2 ചുട്ടെടുത്തിട്ടുള്ള അട, ഇത് ഗോതമ്പ് മാവ് ഇട്ടുണ്ടാക്കിയത്, അരിപ്പൊടി ഇട്ടുണ്ടാക്കിയത്, പിന്നെ ഇത് പുഴുങ്ങിയിട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ്. ഇതൊക്കെ ഇത് വേവാത്തല്ല കേട്ടോ, ഇത് ചൂടാകാൻ വേണ്ടി വെച്ചപ്പോൾ അങ്ങനെ ഇതിൽ വെള്ളതായതാണ്. ഇത് നന്നായി വെന്തുണ്ട്. ഗോതമ്പത്തിൻ്റെ പുഴുങ്ങിയിട്ടുള്ളതാണല്ലോ. ഇതും ഇതൊക്കെ ചോളത്തിൻ്റെ, ഇതൊക്കെ വെന്തതാണ്. ഒക്കെ ഉണ്ടാവും, കൈമിലൊന്നിട്ട് വരുന്നില്ലല്ലോ. ഇത് വെന്തതാണ്. ഇതിങ്ങനെ ആവി കയറിയിട്ട് നമ്മൾ ചൂടാറാൻ വെക്കില്ലേ, അതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. നന്നായി വെന്തുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് അട ഉണ്ടാക്കി നോക്കിയിട്ട് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.